നമസ്കാരം എല്ലാവർക്കും. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ വേർപാടിൽ ഹൃദയം തകർന്ന് പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ പകർത്തി പ്രസിദ്ധപ്പെടുത്തുന്നത് ശരിയാണോ? തൻ്റെ ഏറ്റവും ഉറ്റവർ മരണപ്പെടുമ്പോൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മുഖത്തേക്ക് ക്യാമറ കണ്ണുകൾ വെച്ച് അവർ ഏത് സമയത്ത് അവരുടെ കണ്ണുകൾ നനയും, അവരുടെ ഹൃദയം തകർന്ന് അവർ ഏത് സമയത്താണ് കരയുന്നത് എന്ന് നോക്കി അതിനെ ഒപ്പിയെടുത്ത് പ്രസിദ്ധപ്പെടുത്തുന്നത്, പരസ്യപ്പെടുത്തുന്നത് ശരിയാണോ? ആ വീട്ടുകാർക്ക് മരണാനന്തര ചടങ്ങുകൾ നടത്തുവാൻ ഉള്ള അവസരം നൽകാതെ, സ്ഥലം നൽകാതെ അവിടെ തിക്കും തിരക്കുമുണ്ടാക്കി ക്യാമറകൾ ഉയർത്തിപ്പിടിച്ച് വീഡിയോ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ? അവിടെ പോലീസിന് ഔദ്യോഗികമായുള്ള യാത്രയപ്പ് നൽകുവാനുള്ള അവസരം നൽകാതെ, സ്ഥലം നൽകാതെ തിക്കി കൂട്ടി ബഹളമുണ്ടാക്കി മൊബൈൽ ക്യാമറകൾ ഉയർത്തിപ്പിടിച്ച് ചിത്രങ്ങൾ, വീഡിയോകൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ? ഒരു കുടുംബത്തിലെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഏറ്റവും വിഷമകരമായ ഒരു അവസ്ഥയെ ചിത്രീകരിച്ച് അതിനെ പ്രസിദ്ധപ്പെടുത്തുന്ന ഒരു സംഭവം അവരോടുള്ള സ്നേഹം കൊണ്ടാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? ഇത്തരത്തിലുള്ള ചിത്രങ്ങളെ ഒപ്പിയെടുത്ത് അതിന് BGM കൊടുത്ത് പ്രസിദ്ധപ്പെടുത്തുന്നതാണോ നമ്മുടെ മര്യാദ? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ഏറ്റവും ഉറ്റവരായ ഒരാൾ വേർപെടുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും നിയന്ത്രണം നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ നമ്മുടെ ശരീരവും മനസ്സും വേറൊരവസ്ഥയിലായി പൊട്ടിക്കരയുക, അല്ലെങ്കിൽ അതേ രീതിയിലുള്ള ദുഃഖങ്ങൾ പ്രകടിപ്പിക്കുക. ഇത് ഒട്ടുപോലും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി മുഖത്തേക്ക് ക്യാമറകൾ ഫോക്കസ് ചെയ്ത് ആ ചിത്രങ്ങളെ എടുത്ത് പ്രസിദ്ധപ്പെടുത്തുന്നത് ശരിയായ ഒരു നടപടിയാണോ? ഇപ്രകാരത്തിലുള്ളൊരു സ്വകാര്യത അവർക്ക് തന്നെ നൽകുന്ന ഒരു സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കേണ്ടേ? സാധാരണ മരണാനന്തര ചടങ്ങുകളൊക്കെ ഒരു പൊതു ചടങ്ങാകാം, പ്രത്യേകിച്ച് സെലിബ്രിറ്റിയുടെ. പക്ഷേ അവിടെ അവരുടെ ഉറ്റവരായ ഭാര്യയുടെ അല്ലെങ്കിൽ മക്കളുടെ ഒക്കെ സ്വകാര്യമായ ചില വിഷമങ്ങളുണ്ട്. അതിനെ അവർക്ക് തന്നെ വിട്ടു നൽകണ്ടേ? മറ്റൊരാളുടെ വേദനയെ ഒരു കണ്ടന്റാക്കി പബ്ലിഷ് ചെയ്യുവാൻ ഞാനില്ല എന്ന് നമ്മൾ സ്വയം തീരുമാനിച്ചാൽ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകില്ലേ? അന്യൻ്റെ സ്വകാര്യതയ്ക്ക് മേലെ ഉയർത്തിപ്പിടിക്കുന്ന മൊബൈൽ ഫോണിന് വേണ്ടി ഞാൻ എൻ്റെ കൈകൾ ഉയർത്തില്ല എന്ന് നമ്മൾ സ്വയം തീരുമാനിച്ചാൽ ഈ വക കാര്യങ്ങൾക്കൊരു തീരുമാനമാകില്ലേ? തീർച്ചയായിട്ടും ഇതെല്ലാം ആകും. എല്ലാവരും അറിഞ്ഞിരിക്കുക, എന്ത് സംഭവത്തിനെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞത് എന്നുള്ള വിവരം എല്ലാവർക്കും തന്നെ നല്ല ബോധ്യമുണ്ടാവും. അടുത്ത ദിവസമുണ്ടായ ഒരു ദാരുണമായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എടുത്തു പറയുന്നില്ല എന്താണെന്ന്. എന്തായാലും ഒന്ന് നമ്മൾ കരുതുക, ഒരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുവാൻ, അയാളുടെ അനുവാദമില്ലാതെ കടന്നു കയറുവാൻ നമ്മൾക്ക് ആർക്കും അവകാശമില്ല. അത് നിയമപരമായി കുറ്റകരമാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ IT ആക്ടിൻ്റെ 66E പ്രകാരം അത് 3 വർഷം വരെ തടവും, അതുപോലെ തന്നെ 2 വർഷം 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് എന്ന് എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കുക. നന്ദി.